അപ്പം ഫിനാൻഷ്യൽ ക്ലോസിങ് അതിനെന്തൊക്കെ ചെയ്യണം? നല്ല ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ ടെൻഷനൊന്നും ആ ചോദ്യത്തിൽ വേണ്ട. വളരെ സിമ്പിളാണ് ഇവിടെ കാര്യങ്ങൾ. നമ്മുടെ ഈ സാമ്പത്തിക വർഷം അങ്ങോട്ട് അവസാനിച്ച് പുതിയ കയറുന്നത് തന്നെ നടന്നുകൊള്ളുന്നത്. കാരണം സോഫ്റ്റ്വെയറിനകത്ത് ഇതിനകത്തുള്ള സെറ്റിങ്സ് എല്ലാം ഓട്ടോമേറ്റഡ് ലോങ് ഇയേഴ്സായിട്ട് ഈ കാര്യങ്ങൾ കടന്നു പോകുന്നതാണ്. പിന്നെ നമുക്ക് ഒരു വരാവുന്ന വിഷയം ബാലൻസ് ഷീറ്റൊക്കെ എടുക്കുമ്പോൾ നമുക്കവിടെ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമുണ്ട്. അത് സോഫ്റ്റ്വെയർ തന്നെ ചെയ്യുന്നുണ്ട്. ആ ഗ്ലോബൽ പോളിസി സെറ്റിങ്സ് ഓണാന്ന് നോക്കിയാൽ മതി. നമുക്ക് മിഡ് നൈറ്റിൽ ആ ദിവസത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്, അപ്പോൾ എവറി ഡേ ഇത് നടക്കുന്നുണ്ട്. മാർച്ച് 31 സെർവർ ഓൺ ആയിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കില്ല. നമുക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അന്നത്തെ ദിവസത്തെ ട്രാൻസാക്ഷൻസ് എല്ലാം കഴിയുമ്പോൾ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചോളൂ. നമുക്ക് പിന്നെ ക്രോസ് വെരിഫൈ ചെയ്യാനും ഒരു ടൂളായി. കാരണം അതിൽ രണ്ടിലുമുള്ള ബാലൻസ് ഒക്കെ ശരിയാണെന്ന് നോക്കാമല്ലോ. പിന്നെ അടുത്തൊരു കൺഫ്യൂഷനൊക്കെ വരാറുണ്ട്. സാധാരണ ഓഡിറ്റേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അവർ ബിൽ നമ്പർ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങാൻ പറയും. അത് GSTയുടെ റൂളാണ്. അവർ ആ പറയുന്നത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻവോയ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. അത് റിയലി ഫാക്റ്റാണ് പറയുന്നത്. അതിന് ഒന്നേന്ന് തുടങ്ങണമെന്നില്ല. ഫിനാൻഷ്യലിൽ നമുക്ക് കൃത്യമായിട്ട് സീക്വൻസ് ആയിട്ട് തന്നെ യുണീക്ക് ID അവിടെ ഉണ്ടാകുന്നുണ്ട്. സോഫ്റ്റ്വെയറിൽ നമുക്ക് ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയറിൽ ലൈഫ് ടൈം യുണീക്ക് ID ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിന് വന്നാൽ അവരുടെ ലൈഫ് ടൈമിൽ എവരി ട്രാൻസാക്ഷൻ്റെ യുണീക്ക് ID ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇൻവോയ്സും. ലൈഫ് ടൈം ഇൻവോയ്സിന് യുണീക്ക് ID ആണ്. അത് ലീഗലി ഫിറ്റാണ്. അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഫിനാൻഷ്യൽ ക്ലോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പണിംഗ് ബാലൻസുകൾ ഗ്രേപ്സ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ ആ ദിവസമാണോ പിന്നീടൊരു ദിവസമാണോ ചെയ്യേണ്ടതെന്ന് ഓഡിറ്ററുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 1 ക്ലിക്ക് ഇവൻറ്റ് അത്രയേ ഉള്ളൂ ആ ജോബ്. സോ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇയർ ക്രോസിംഗ് ആണ് ഗ്രേപ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഹാപ്പി ആയിരിക്കും. ഓക്കെ, ബൈ.